ബജാജ് ഫിനാൻസ് കമ്പനിയിൽ ജോലി ചെയ്തിരുന്ന 42-കാരനായ മാനേജർ ഉത്തർപ്രദേശിലെ ഝാൻസിയിലെ വസതിയിൽ ആത്മഹത്യ ചെയ്തു. ബജാജ് ഫിനാൻസിൽ 8 വർഷത്തോളമായി ജോലി ചെയ്തിരുന്ന തരുൺ സക്സേന തന്റെ ഭാര്യയ്ക്കായി കുറിപ്പെഴുതി വെച്ചാണ് ജീവനൊടുക്കിയത്. തന്റെ മേലുദ്യോഗസ്ഥരുടെ സമ്മർദ്ദം കാരണം താൻ കടുത്ത സമ്മർദ്ദത്തിലായിരുന്നുവെന്ന് സക്സേന കുറിപ്പിൽ വെളിപ്പെടുത്തി. ഒന്നുകിൽ തന്റെ ടാർഗറ്റുകൾ കൈവരിക്കാനോ അല്ലെങ്കിൽ അവസാനിപ്പിക്കുവാനോ മേലുദ്യോഗസ്ഥർ പ്രേരിപ്പിച്ചിരുന്നതായി സക്സേന കുറിപ്പിൽ പറയുന്നു. സക്സേനയുടെ മരണത്തിൽ ഇതുവരെ എഫ്ഐആർ ഫയൽ ചെയ്തിട്ടില്ല. അതേസമയം ബജാജ് ഫിനാൻസ് ഇതുവരെ ആരോപണങ്ങളോട് പ്രതികരിച്ചിട്ടുമില്ല. മാതാപിതാക്കളും ഭാര്യ മേഘയും മക്കളായ യഥാർത്ഥും പിഹുവും അടങ്ങുന്ന കുടുംബമാണ് സക്സേനയുടേത്. ഇദ്ദേഹത്തെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് വീട്ടിലെ ജോലിക്കാരനാണ്. ജീവൻ ഒടുക്കുന്നതിനു മുൻപ് ഇയാൾ ഭാര്യയെയും 2 കുട്ടികളെയും മറ്റൊരു മുറിയിൽ പൂട്ടിയിട്ടിരുന്നു. വീട്ടുജോലിക്കാരൻ ഉടൻ തന്നെ സക്സേനയുടെ ബന്ധുവായ ഗൗരവ് സക്സേനയെ വിവരമറിയിച്ചു. സമീപത്ത് താമസിക്കുന്ന ഗൗരവാണ് തരുണിന്റെ വീട്ടിലെത്തി ഭാര്യയെയും മക്കളെയും പൂട്ടിയിട്ട മുറിയുടെ പൂട്ട് തുറന്നു പുറത്തു കൊണ്ടുവന്നത്. ഇതിനിടെ സമാനമായ സംഭവം മുംബൈയിലും സംഭവിച്ചു. ബാങ്ക് മാനേജറാണ് മുംബൈയിലെ അടൽ സേതു പാളത്തിൽ നിന്ന് കടലിലേക്ക് ചാടിയത്. തിങ്കളാഴ്ച രാവിലെയാണ് സംഭവം നടന്നത്. വിവരമറിഞ്ഞെത്തിയ പോലീസ് ഇദ്ദേഹത്തിനായി തിരച്ചിൽ ആരംഭിച്ചു. സെവരി പ്രദേശത്താണ് സംഭവം നടന്നത്. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചു. കാറിൽ അടൽ സേതുവിന് സമീപമെത്തിയ ആളാണ് കാർ നിർത്തിയ ശേഷം കടലിലേക്ക് ചാടിയത്. കാറിന്റെ നമ്പർ പ്ലേറ്റ് പരിശോധിച്ച ശേഷമാണ് ഇദ്ദേഹത്തെ പറ്റിയുള്ള വിവരങ്ങൾ ലഭിച്ചത്. സുശാന്ത് ചക്രവർത്തി എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര്. ഇദ്ദേഹത്തെ കണ്ടെത്താനായി തിരച്ചിൽ നടത്തിവരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. പരേൽ ഭാഗത്താണ് സുശാന്ത് ചക്രവർത്തി താമസിക്കുന്നത്. ഇയാൾക്ക് ഭാര്യയും ഒരു മകനുമുണ്ട്. വിവരം കുടുംബത്തെ അറിയിച്ചെന്നും പോലീസ് പറഞ്ഞു. സുശാന്തിന്റെ കുടുംബത്തെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി. സുശാന്തിന് കനത്ത ജോലി സമ്മർദ്ദമുണ്ടായിരുന്നുവെന്ന് ഭാര്യ പ്രതികരിച്ചു. സുശാന്തിന്റെ മൊബൈൽ ഫോൺ വിശദമായി പരിശോധിച്ചെന്നും പോലീസ് പറഞ്ഞു. എന്നാൽ കടലിൽ ചാടാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ച കാരണമെന്തെന്നാണ് ഇതുവരെ കണ്ടെത്താനാവാത്തത്. ബാങ്കിന്റെ ഹുതാത്മ ചൌക്ക് ശാഖയിൽ മാനേജറായി ജോലി ചെയ്തു വരികയായിരുന്നു സുശാന്ത്. കഴിഞ്ഞ വാരാന്ത്യത്തിൽ കുടുംബത്തോടൊപ്പം ഇയാൾ ലോണാവാലയിലേക്ക് പോയിരുന്നു. തിങ്കളാഴ്ച പതിവ് പോലെ ബാങ്കിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞാണ് സുശാന്ത് വീട്ടിൽ നിന്നിറങ്ങിയത്. എന്നാൽ ബാങ്കിലേക്ക് പോകാതെ സുശാന്ത് നേരെ അടൽ സേതുവിലെത്തി കാർ നിർത്തിയ ശേഷം കടലിലേക്ക് ചാടുകയായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത്. സുശാന്തിനെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ്. പലപ്പോഴും ഈ ജോലിയിലുണ്ടാവുന്ന അമിത സമ്മർദ്ദം ഹൃദയാഘാതം പോലും ഉണ്ടാക്കുന്നു എന്ന് പറയുമ്പോൾ എത്രത്തോളം ഈ ജോലി സമ്മർദ്ദം എന്ന വാക്കിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ജോലി സ്ഥലത്തായിരിക്കും ഒരു വ്യക്തി അവരുടെ വീട്ടിലോ കുടുംബാംഗങ്ങളോടോ ഒപ്പം ഉണ്ടാവുന്നതിനേക്കാൾ ഏറെ നേരം ഉണ്ടാവുക. ആ സ്ഥലം അവർക്ക് ഏറ്റവും സന്തോഷവും ക്രിയാത്മകമായി ജോലി ചെയ്യാൻ പറ്റുന്നതുമായിരിക്കുക എന്നുള്ളത് അതുകൊണ്ട് തന്നെ വളരെ അത്യാവശ്യമാണ്. ശാരീരികവും മാനസികവും വൈകാരികവുമായിട്ടുള്ള സമ്മർദ്ദം ജോലി സ്ഥലത്ത് നിന്ന് നേരിടേണ്ടി വരുന്നത് എത്ര അപലപനീയമായ കാര്യമാണ്. നമുക്കറിയാം, പലപ്പോഴും ടാർഗറ്റുകൾ എത്തിക്കാൻ വേണ്ടിയിട്ട് അമിതമായിട്ടുള്ള സമയം ജോലിക്ക് വേണ്ടി ചെലവഴിക്കുന്നത്, കുടുംബാംഗങ്ങളോടൊപ്പം പോലും സമയം ചെലവഴിക്കാതെ ജോലിക്ക് വേണ്ടി സമയം ചെലവഴിക്കുന്നത്, അവധിയെടുക്കാതെ ജോലി ചെയ്യുന്നത്, വ്യായാമം ഇല്ലാതിരിക്കുന്നത്, കൃത്യസമയത്ത് ഉറങ്ങാൻ കഴിയാതെ വരുന്നത്, കൃത്യമായി ഭക്ഷണം കഴിക്കാതിരിക്കുന്നത്, ഇതൊക്കെ ശാരീരികമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് പോലെ തന്നെ മാനസികമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. ഇതുപോലെ തന്നെയാണ് മേലുദ്യോഗസ്ഥരിൽ നിന്നുണ്ടാവുന്ന വളരെ കർക്കശമായിട്ടുള്ള നിലപാടുകൾ ഉണ്ടാവുകയും അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ടാർഗറ്റുകൾ എത്തിക്കാൻ വേണ്ടിയിട്ട് അമിതമായിട്ടുള്ള സമയം അതിനുവേണ്ടി ചെലവഴിക്കേണ്ടി വരികയും കൃത്യമായിട്ടുള്ള പരിഗണന കിട്ടാതെ വരികയും പ്രോത്സാഹനം കിട്ടാതെ വരികയും ഒക്കെ ചെയ്യുന്നത് അതും ഒരു തരത്തിൽ തന്നെ സമ്മർദ്ദം ഉണ്ടാക്കുന്നതാണ്. ബോഡി ഷേമിംഗ് പോലുള്ളവ ജോലിസ്ഥലത്തുണ്ടായാൽ ആ ജോലിസ്ഥലം ഒരിക്കലും സന്തോഷമുള്ള ഒരിടമായിട്ട് മാറില്ലല്ലോ. അപ്പോൾ ഏറ്റവും നന്നായി തന്നെ ഒരാൾക്ക് ജോലി ചെയ്യണമെങ്കിൽ അവരുടെ മേലുദ്യോഗസ്ഥരുമായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പ് നന്നായിരിക്കണം. കൂടെ ഉണ്ടാകുന്ന ആളുകളുമായിട്ടുള്ള ഒരു സപ്പോർട്ട് കിട്ടണം. ഒരു നല്ല ടീം വർക്ക് ചെയ്യാൻ കഴിയണം. ഇനി ജോലി സ്ഥലത്ത് വ്യക്തികൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടോ, ബുദ്ധിമുട്ടുകളുണ്ടോ എന്ന് അറിയത്തക്ക രീതിയിലുള്ള ഒരു HR ടീം ആ ഒരു രീതിയിലും കൂടിയുള്ള ഒരു മുന്നേറ്റം കൊണ്ടുവരേണ്ടത് വളരെ അത്യാവശ്യമാണ്.